ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഇത് വെച്ചാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ ഇത് കുക്ക് ചെയ്യാന്ന് കാണാം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കറുത്ത ചേമ്പൻ തട തീയലാണ്. ആർക്കെങ്കിലും അറിയാമോ എന്ന് അറിയത്തില്ല. നമ്മളിവിടെ എങ്ങനെയാണ് അതിനെ കഷ്ണിച്ചെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. തൊലി കളഞ്ഞു വെച്ചേക്കുന്നതാണ്. ഇനി നമ്മളിത് കഷ്ണമായിട്ട് തീയലിന് ചെറിയ ചെറിയ ഞുറുക്കാക്കി എടുക്കും. നെടുകെ കീറി എടുക്കാം. ചേമ്പൻ തട, കറുത്ത ചേമ്പൻ തട കീറി വച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. തീയലിന് ഒരു തേങ്ങ തിരികിയതാണ്. ഈ ചിലവേരെ ഈ ഇത് വറുക്കുന്നതിന് മുമ്പ് എണ്ണ ഒഴിക്കുമല്ല, ഈ തേങ്ങ വറുക്കുന്നതിന് മുമ്പ്. തേങ്ങ നല്ല എണ്ണമയമുള്ള തേങ്ങയ്ക്ക് എണ്ണ ഒഴിക്കണം. നമ്മൾ തേങ്ങ ഇങ്ങനെ തിരികെ എടുക്കൂലേ, അപ്പം നല്ല എണ്ണമയമുള്ള തേങ്ങ കുഴവഴാന്ന് കിടക്കുന്നുണ്ട്. നല്ല എണ്ണമയമുള്ള തേങ്ങ, അതിൽ നമുക്ക് എണ്ണയുടെ ആവശ്യമേ ഇല്ല. എണ്ണമയം ഇല്ലാത്ത തേങ്ങയ്ക്കാണ് ചിലർ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ചട്ടിയിൽ ഇങ്ങനെ പിടിക്കും. തേങ്ങ പകുതി മൂപ്പായി. ഇനി ഇതിൻ്റെ കൂടെ മുളകും മല്ലി ഇട്ട് കൊടുക്കും. മുളകും മല്ലി ആവശ്യത്തിന് മുളകും, മല്ലി, മഞ്ഞൾപ്പൊടി, ഉലുവ ആവശ്യത്തിന്, കുരുമുളക് ആവശ്യത്തിന്. ഇതേ പകുതി മൂപ്പാകുമ്പോൾ മുളക്, മല്ലി, ഉലുവ, പിന്നെ ഇട്ട് കാണിച്ചു തന്നില്ലേ. അവസാനം ഇട്ടാൽ തേങ്ങയുടെ കൂടെ ഇത് മൂത്ത് വരൂല. ഇത് ഇനിയിപ്പോൾ തേങ്ങ മൂക്കുമ്പോൾ ഈ മുളകും മല്ലി എല്ലാം മൂത്ത് വരും. അപ്പം നമുക്ക് പാകത്തിന് മൂത്ത് വരുമ്പോൾ കല്ലിൽ ഇതിനെ അരച്ച് എടുക്കാം. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. മുളകെല്ലാം മൂത്ത് നല്ല കണ്ട ഇങ്ങനെയാണ് വറുത്തെടുക്കുന്നത്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. നല്ല പോപ്കോൺ. ഇത് നമുക്കിനി വെള്ളം തൊടാതെ അരച്ചെടുക്കാം. ഇത് നമ്മളിങ്ങനെ അരയ്ക്കുമ്പോൾ തന്നെ ഇതൊന്നും വേണ്ട, എണ്ണമയം വന്നോളും. എണ്ണ ഇങ്ങനെ വലിച്ചിറങ്ങും. അപ്പം പിന്നെ ഇനി വെള്ളം തൊടേണ്ട ആവശ്യമേ ഇല്ല. ഇതാ കണ്ട, എണ്ണയോടുകൂടി അരച്ച് വെള്ളം തൊടാതെ അരച്ച് വെച്ചേക്കാണ് തീയലിന്. ഇനി നമുക്ക് ഈ അരപ്പ് ഇങ്ങനെ അതിനെ വിരൽ കൊണ്ട് എടുക്കാം. ഇനി ഇത്ര പുളി കൂടി നമുക്ക് അരച്ചെടുക്കാം. കുറച്ച് കശുവണ്ടി പരിപ്പ് കൂടെ അരച്ച് അരപ്പിലോട്ട് ചേർക്കാം.
കശുവണ്ടിയും കൂടെ അരച്ച് ചേർത്താൽ നല്ല രുചി കിട്ടും. ഇനി നമുക്ക് കല്ല് കഴുകി എടുക്കാം. തീയലിന് എടുത്ത് തേങ്ങ അരച്ച് വെള്ളം തൊടാതെ അരച്ചെടുത്ത് പുളിയും അരച്ച് കശുവണ്ടി അരച്ചതാണ് ഈ ഇരിക്കുന്നത്. തീയലിന് ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി കീറിയെടുക്കുക. ഇത് ഏകദേശം 1 കപ്പ് ഉള്ളിയാണ്. ഇതിലൊരു 6-7 കഷ്ണം വെളുത്തുള്ളിയുടെ കീറി ചേർക്കാം. ഇനി നമുക്കിവിടെ തീയൽ തയ്യാറാക്കാം. അല്പം എണ്ണ ഒഴിച്ച് കടുക് വറുക്കാം. ഉള്ളിയും ചേമ്പിൻ്റെ തടയും കൂടെ വഴറ്റാൻ മാത്രമാണ് എണ്ണയുടെ ആവശ്യം. അല്ലാതെ എണ്ണ കൂടുതലായിട്ട് വേണ്ട. കൂടുതൽ നമ്മൾ തേങ്ങ വറുത്തെടുത്തതിൽ തന്നെ തേങ്ങയുടെ എണ്ണ നല്ല എണ്ണയുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉള്ളി ഇടാം. കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് അടച്ചു വയ്ക്കാം. അമ്മാമ്മ എനിക്ക് ഇലയപ്പം ഉണ്ടാക്കി തരുമോ അമ്മാമ്മ? അടുത്തത് നമുക്ക് ഇലയപ്പം ഉണ്ടാക്കാം. അരി നമുക്ക് ഉരലിൽ ഇടിച്ച് അതിനെ വറുത്ത് വട്ടത്താമര ഇലയിൽ പരത്തി ഇലയപ്പം ഉണ്ടാക്കാം. നിങ്ങൾക്ക് ആ വീഡിയോ ഇട്ടേരുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്താന്ന് നോക്കാം. വെന്ത്. ഇനി നമുക്ക് ഇതിൽ അരപ്പ് വറുത്തരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിൽ ചേർക്കാം. അരപ്പ് കലക്കിയാണ് ഇതിൽ ചേർക്കുന്നത്. അത് കലക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ അരപ്പ് നമുക്ക് ഇതിൽ ഒഴിക്കാം. ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി അടച്ചു വയ്ക്കാം. തിളച്ചാൽ നോക്കട്ടെ. തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത്തിരി കൂടെ കഴിയുമ്പോൾ നല്ലതുപോലെ നെയ്യ് തെളിയുന്നത് വരെ കിടക്കും. ഇനി ഇത് അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. നെയ്യ് തെളിയണം ഇങ്ങനെ കിടന്ന്. തീയൽ പറ്റി നെയ്യെല്ലാം തെളിഞ്ഞ് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാം കമന്റ് ബോക്സിൽ ഇടുക. ഞാനും എൻ്റെ അമ്മമ്മയും എല്ലാം ശരിയാക്കും. ബൈ.